പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. എൻ്റെ പേര് ശ്രീകുമാർ ജോൺസൺ. ഞാൻ തിരുവനന്തപുരം പൊഴിയൂരിൽ നിന്നാണ് വരുന്നത്. 2022 ഡിസംബർ 3 ഞാനൊരു ഉടമ്പടി എടുത്തിരുന്നു ഇവിടെ. 2010 എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു. 2014 ഞങ്ങൾക്കൊരു മകൻ ജനിച്ചു. 3 വയസ്സുള്ളപ്പോൾ ലുക്മിയ ബാധിച്ച് മകനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം 2019 എൻ്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി. 3-ാമത്തെ മാസത്തെ ചെക്കപ്പിന് ചെന്നപ്പോഴാണ് അറിയുന്നത് സെർവിക്സ് ലെങ്ത്ത് കുറവാണ്, സ്റ്റിച്ച് ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരം ക്രെഡൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും സ്റ്റിച്ച് ഇടുകയും ചെയ്തു. റെസ്റ്റിന് ശേഷം 5-ാം മാസത്തെ സ്കാനിങ്ങിന് ചെന്നപ്പോഴാണ് അറിഞ്ഞത് സെർവിക്സ് ഓപ്പൺ ആവുകയും ക്രിട്ടിക്കൽ സ്റ്റേജാണ്, അഡ്മിറ്റ് ആവുകയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എമർജൻസിയായി CCUയിൽ അഡ്മിറ്റ് ചെയ്തു. 22 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ബട്ട് ഞങ്ങൾക്ക് ആ കുഞ്ഞിനെയും ലഭിച്ചില്ല. പ്രിമച്ചുറായിട്ട് കുട്ടി ജനിക്കുകയും ഞങ്ങൾക്ക് നഷ്ടമാവുകയും ചെയ്തു. ഞാൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. വർഷങ്ങൾ കടന്നു പോകുന്നു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. ഞാനങ്ങനെ എൻ്റെ ജോബ് റിസൈൻ ചെയ്തു. 2022 ഓഗസ്റ്റ് മാസം 30 ഞാൻ നാട്ടിലേക്ക് വന്നു. 1 മാസമായിട്ട് യാതൊരു റിസൾട്ടും കാണാതായപ്പോൾ ഞങ്ങളൊരു ഡോക്ടറെ സമീപിച്ചു, ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചു. അങ്ങനെ എൻ്റെ വൈഫിന് ചെക്കപ്പ് നടത്തിയപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് ചെക്കപ്പ് ചെയ്യണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. അങ്ങനെ എൻ്റെ സ്പേം കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ മോട്ടിവേഷൻ തീരെയില്ല, 0.5 മാത്രമേ ഉള്ളൂ. പ്രഗ്നൻസിക്ക് യാതൊരു ചാൻസും ഇല്ല. ഞങ്ങൾ വളരെ നിരാശരായി. കാരണം 3 മാസമെങ്കിലും കണ്ടിന്യൂ ആയിട്ട് മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ ഒരു കുട്ടിക്കുള്ള സാധ്യതയുള്ളതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ ആഴ്ചയിൽ തന്നെ ഞാനും എൻ്റെ വൈഫും കൂടെ എൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൽ പോയി. അവൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത വ്യക്തിയായിരുന്നു. അവരുടെ കുടുംബ പ്രാർത്ഥനയ്ക്കൊപ്പം ഞങ്ങളും അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഇവിടുന്ന് കൊടുത്ത കാശ് രൂപം എൻ്റെ വൈഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യും, വയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് വയറ്റിൽ വെച്ചു, പ്രാർത്ഥിച്ചു. തിരികെ വീട്ടിലേക്ക് പോയി. കറക്റ്റ് ആ ഒരു വീക്കെൻഡ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടാനായിട്ട് ഇടയായി. എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെയും അമ്മയുടെ ആരോഗ്യവും ആയുസ്സും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 3-ാം മാസം ചെക്കപ്പിന് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, മുന്നത്തെ പോലെ തന്നെ സെർവിക്സിന് സ്റ്റിച്ച് ഇടേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ സെർവിക്സിന് സ്റ്റിച്ചിട്ടു. വീട്ടിൽ ബെഡ് റെസ്റ്റ് ആയിരുന്നു. യാതൊരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഉടമ്പടി തൈലം ഉദരത്തിൽ പുരട്ടും. മാതാവിൻ്റെ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിക്കും. കണ്ടിന്യൂ ആയിട്ട് ജപമാല ഞങ്ങളുടെ ബെഡ്റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. യാതൊരു കുഴപ്പമില്ല. വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ പോയത്. 5-ാം മാസത്തെ ചെക്കപ്പിന് ചെന്നപ്പോൾ സ്കാനിങ് കഴിഞ്ഞപ്പോൾ വീണ്ടും അറിയാൻ സാധിച്ചു. 3-ാം മാസം സ്കാൻ ചെയ്തപ്പോൾ സെർവിക്സ് 4.7 ഉണ്ടായിരുന്നിടത്ത് 5-ാം മാസത്തെ സ്കാനിങ്ങിൽ കണ്ടത് 1.6 മാത്രമാണ്. അത് വളരെയേറെ നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റേജായിരുന്നു. കാരണം കൂടുതൽ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലുണ്ടായതുപോലെ പ്രിമച്ചറായിട്ടൊരു ബേബിയെ ഞങ്ങൾക്ക് കിട്ടാനാണ് സാധ്യതയെന്ന് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ ഉടമ്പടി സമയത്ത് എനിക്ക് ലഭിച്ച കാശ് രൂപ എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ റൂമിൽ വെച്ച് ഞാൻ ആ കാശ് രൂപ എൻ്റെ ഭാര്യയുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരം ജൂബിലി ഹോസ്പിറ്റലിൽ മാലാഖ എന്ന് വേണമെങ്കിൽ പറയാം, ഡോക്ടർ മേരിക്കുട്ടി അത് കാണാനിടയായി. എന്നോട് ചോദിച്ചു, ഇത് കൃപാസനത്തിലെ ലോക്കറ്റാണോ? ഞാൻ പറഞ്ഞു, അതെ ഡോക്ടറെ. നിങ്ങളൊരു കാര്യം ചെയ്യ്, കൃപാസനത്തിൽ പോയിട്ട് കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറയാമെന്ന് പറയും, തമ്പുരാൻ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നെ തരുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം അതായത് കൺസൾട്ട് ചെയ്ത് അടുത്ത ദിവസം തന്നെ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടെ സെർവിക്സിൽ ഇടണം എന്ന് ഡോക്ടർ തീരുമാനിച്ചു. അതിനായിട്ട് ഞങ്ങളെ റൂമിലോട്ട് മാറ്റി. എൻ്റെ വൈഫിന് അടുത്ത ദിവസം തന്നെ സർജറിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സകല ക്രമീകരണങ്ങളും നടത്തി. സർജിക്കൽ മെഡിസിന് എല്ലാത്തിൻ്റെയും ബില്ല് ഞാൻ പേ ചെയ്തു.
ആകെ തളർന്ന് വളരെ വേദനയോടുകൂടി ഞങ്ങൾ റൂമിലിരുന്നിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കാശുരൂപം ഉദരത്തിൽ വെച്ച് മാതാവിൻ്റെ തൈലം ഉദരത്തിൽ പുരട്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പ്രാർത്ഥന പൂർത്തീകരിച്ചില്ല. ആ സമയത്ത് ഞങ്ങൾ റൂമിൻ്റെ ഡോറിലൊരു തട്ട് കേട്ടു. ഞാനങ്ങനെ എഴുന്നേറ്റ് പോയി ഡോറ് തുറന്നപ്പോൾ ഡോക്ടർ വന്ന് നിൽക്കുകയാണ്. ആ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, തൽക്കാലത്തേക്ക് 2-3 ദിവസം കഴിഞ്ഞു മതി നമുക്ക് സർജറി, ഇപ്പം നിങ്ങൾ സമാധാനമായിട്ടിരിക്കുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ 2023 മാർച്ച് മാസം 20-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഞങ്ങൾ 2023 ജൂലൈ 6-ാം തീയതി എൻ്റെ വൈഫിൻ്റെ സിസേറിയൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തമ്പുരാൻ തന്നു. ഒരു മോളെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് 40 ദിവസമായി. മോൾക്ക് ഞങ്ങൾ ഡിവൈൻ ഗ്രേസ് എന്ന് പേരിട്ടു. അപ്പോൾ ഈ 1.6-ൻ്റെ അകത്ത്, ആ സർവീസിങ്ങിൻ്റെ അകത്ത് 4.1 kg ഉള്ളൊരു കുഞ്ഞായിരുന്നു ഇരുന്നത്. അത് ഡോക്ടറിനെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു ടേണിംഗ് പോയിൻ്റാണിത്. ദൈവനാമത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ഈ ഒരു അനുഗ്രഹത്തിന് ഇത്രയും പേരുടെ മുന്നിൽ വന്ന് പറയാനുമായിട്ട് ദൈവം തന്ന ഈ നല്ലൊരു അവസരത്തിനായിട്ട് ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കൂടാതെ ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയുകയാണ്, മാതാവിനോട് വന്ന് നമ്മൾ അപേക്ഷിക്കുന്ന ഓരോ കാര്യവും നമുക്കൊപ്പം നിന്ന് സ്നേഹത്തോടുകൂടി ശാന്തമായിട്ട് ലാളനയോടുകൂടി ചെയ്തു തരുന്ന ഒരു മാതാവിൻ്റെ മുമ്പിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാനിത് പറയുകയാണ്. ഞങ്ങൾക്ക് അനുഗ്രഹം തന്ന മാതാവിനും അതിനൊപ്പം ചേർന്ന സ്വർഗത്തിലെ ദൈവത്തിനും ഞങ്ങൾ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇവൻ എങ്ങനെ പഠിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സാർമാർക്കും ഭയങ്കര സംശയം ചോദ്യങ്ങളായിരുന്നു. കിട്ടത്തില്ല, ഇതുവരെ ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2nd ഇയർ പേപ്പറുണ്ട്, 3rd ഇയർ പേപ്പറുണ്ട്, 4th ഇയറിൻ്റെ പേപ്പറുണ്ട്. ടോട്ടലി 33 സപ്ലൈ ഉണ്ടായിരുന്നു. അപ്പം റെഗുലറായിട്ട് വന്ന പിള്ളേർക്ക് തന്നെ അവിടെ പരീക്ഷ പഠിച്ചെടുക്കാൻ പറ്റില്ല. രാവിലത്തെ ഒരു പരീക്ഷയാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു പരീക്ഷ, പഠിക്കാൻ പോലും സമയമില്ലായിരുന്നു, ആഹാരം കഴിക്കാൻ പോലും സമയമില്ലായിരുന്നു. നീ പഠിച്ചില്ലെങ്കിൽ മാതാവ് കൃപാസനം മാതാവിൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് നീ ചെന്ന് എഴുതി, അമ്മ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് തൈലം ഉപയോഗിച്ചും മാതാവിൻ്റെ കാശുരൂപം വെച്ചും ഓരോ പരീക്ഷയും എഴുതി. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഇവിടെ 2018 ഉടമ്പടി ചെയ്യാനായിട്ട് ഇവിടെ കൃപാസനത്ത് വന്നത്. ഉടമ്പടി ചെയ്യാനായിട്ട് വന്നതിന് കാരണം എൻ്റെ മൂത്ത മോൻ്റെ പഠനത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ഇവിടെ വന്നത്. എൻ്റെ മൂത്ത മോൻ്റെ പഠനത്തിനും മെസ്സേജ് എടുക്കാൻ വേണ്ടിയാണ് വന്നത്. കാരണം ഇവൻ +2 കഴിഞ്ഞിട്ട് ചെന്നൈയിലോട്ട് മറൈൻ എഞ്ചിനീയർ പഠിക്കാനായിട്ട് ചെന്നൈയിലോട്ട് വിട്ടായിരുന്നു. ഫസ്റ്റ് ഇയർ മൊത്തം പഠിച്ച് നല്ലപോലെ ഫസ്റ്റ് ക്ലാസ് വിജയിച്ചായിരുന്നു. 2nd ഇയർ ആയപ്പോഴത്തേക്ക് ഇവന് ചെറിയ കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂട്ടുകെട്ടുണ്ടായിരുന്നു, പഠിപ്പിക്കാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കാരണം വളരെയേറെ ഞാൻ വിഷമിച്ച് 2nd ഇയർ പഠിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നപ്പം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന വേളയിലാണ്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാൻ വളരെയേറെ കരയുമായിരുന്നു. അപ്പം ഞാൻ ജോമോളടുത്തൊക്കെ പറയുമായിരുന്നു, എൻ്റെ മോൻ എങ്ങനെയെങ്കിലും ഈ 2nd ഇയർ ഇത്രയും പഠിച്ചിട്ട് ഫസ്റ്റ് ഇയർ മൊത്തം പാസ്സായിട്ട് 2nd ഇയർ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വെച്ച് വിഷമിച്ച് കരയുമായിരുന്നു. അപ്പം ഞാൻ അച്ഛനടുത്ത് ചെന്ന് മെസ്സേജ് എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ഞാൻ കാനഡയ്ക്ക് വിടാനായിട്ടാണ് ഉടമ്പടിയിൽ വെച്ചത്. അപ്പോൾ ഉടമ്പടിയിലെ കാരണം +2 നിർത്തിയിട്ട് +2 ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഇവൻ ഇവിടെ നിർത്താണ്ട, ഇനി കാനഡയിലേക്ക് പറഞ്ഞു വിടാൻ വിചാരിച്ചു. ഞാൻ കാനഡയ്ക്ക് വിടാനായിട്ട് ഉടമ്പടിയിൽ വെച്ച ശേഷം അച്ഛനെ കാണാൻ ചെന്ന് പ്രാർത്ഥിച്ച് മെസ്സേജ് എടുക്കാനായിട്ട് പോയി. അന്നേരം അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇപ്പം ഇവനെ കാനഡയിലോട്ട് വിടണ്ട, വീണ്ടും എൻജിനീയറിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനടുത്ത് തിരിച്ച് ചോദിച്ചു, അച്ഛോ ഇങ്ങനെ അവന് ചെറിയ കൂട്ടുകെട്ടൊക്കെ ഉണ്ട്, അതുമാത്രമല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ടാണ് വീണ്ടും ഞാൻ കാനഡയിലേക്ക് വിടാൻ പറഞ്ഞു. അപ്പോൾ അച്ഛനെ മുട്ടുകുത്തി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മുട്ടുകുത്തിരിക്കുമായിരുന്നു. അപ്പം അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് മെസ്സേജ് എടുത്തിട്ട് പറഞ്ഞു, ഇപ്പം അവനെ കാനഡയിലേക്ക് വിടണ്ട, ഇപ്പം നീ കാനഡയ്ക്ക് വിട്ടാലേ തന്നെ നിൻ്റെ പ്രയത്നമൊക്കെ ഇല്ലാതായി പോകും, അതുകൊണ്ട് നീ വീണ്ടും എൻജിനീയറിംഗ് തന്നെ പഠിക്കാൻ വിടുമെന്ന് പറഞ്ഞു.
പറഞ്ഞു. അപ്പോൾ അച്ഛനടുത്ത് ചോദിച്ചാൽ അച്ഛൻ ഇങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ അച്ഛൻ പറഞ്ഞു. നീ അതൊന്നും നോക്കണ്ട, വിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ രണ്ടാമത് നിയോഗം വെച്ചത്. അപ്പം പഠിക്കാനായിട്ട് വിടണമെങ്കിൽ കാനഡയിൽ പോകാനായിട്ട് ലോൺ വേണ്ടി വെച്ചായിരുന്നു. അപ്പോൾ ആ ലോൺ ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞതിൻ്റെ അതനുസരിച്ച് ഞാൻ വീണ്ടും ഇവനെ പഠിക്കാൻ വിടാനായിട്ട് ബാങ്കിലോട്ട് ചെന്ന് ഉടമ്പടി കാശ് രൂപം കയ്യിൽ വെച്ചുകൊണ്ട് ബാങ്കിലോട്ട് ചെന്ന് ബാങ്കിലോട്ട് ചെന്നപ്പോൾ പൈസ അനുഭവിച്ചില്ലായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ വേറൊരു ഞങ്ങളുടെ വീടും വസ്തുവും വെച്ച് ഒരു ലോൺ എടുക്കാനായിട്ട് ഉടമ്പടി കാശ് രൂപം വെച്ചുകൊണ്ട് പോയപ്പോൾ അവിടെ ഞങ്ങൾക്ക് അനുഭവിച്ചു. ആ പൈസ മേടിച്ചുകൊണ്ട് അച്ഛൻ തന്ന മെസ്സേജിന് പ്രകാരം അനുസരിച്ച് ഞാൻ ചെന്നൈയിലോട്ട് വീണ്ടും കോളേജിലോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ HOD 1 ഇയറായി കൊണ്ട് കോളേജിന് ചെല്ലാത്ത കൊണ്ട് അനുവാദം തന്നില്ലായിരുന്നു. അപ്പോൾ HOD ഞാൻ പറഞ്ഞു, HOD ചോദിക്കുക ഈ ഒരു വർഷം മൊത്തം കൊച്ചു ക്ലാസ്സിലോട്ട് വന്നിട്ടില്ല, അവൻ വീണ്ടും ഞങ്ങൾ എങ്ങനെ അവനെ കയറ്റും? അതുമാത്രമല്ല ഇനി സെക്കൻഡ് ഇയർ പരീക്ഷ എഴുതണം, തേർഡ് ഇയറിൻ്റെ പരീക്ഷ എഴുതും, ഫോർത്ത് ഇയറിൻ്റെ പരീക്ഷ എഴുതും, ഇതെല്ലാം കൂടെ എങ്ങനെ അവൻ ഒരുമിച്ച് എഴുതിയെടുക്കും? അതുകൊണ്ട് ഞാൻ അനുവാദം തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ HOD സാറടുത്ത് പറഞ്ഞു, ഞങ്ങൾ കൃപാസന മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങൾ അച്ഛനടുത്ത് പ്രാർത്ഥിച്ചിട്ട് മെസ്സേജ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് സാറ് അനുവാദം തരണം. എൻ്റെ കൊച്ചിൻ്റെ ഭാവി നശിപ്പും ഇല്ലാതായിപ്പോവും, ഇത്രയും വർഷം പഠിപ്പിച്ച് വീണ്ടും എനിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ എനിക്ക് അവസാനം ഒരു ബെഗ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചു അവസാനമായിട്ട് എനിക്ക് ഒരു അനുവാദം തരണം, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ ചിന്നേരം നോക്കിയിട്ട് പിന്നെ ഇവൻ്റെ ഫസ്റ്റ് ഇയർ മാർക്കെല്ലാം എടുത്ത് നോക്കി. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ മാർക്കെല്ലാം നോക്കിയപ്പോഴത്തേക്ക് എല്ലാത്തിലും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ മാർക്ക് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് അനുവാദം തരണമെന്ന് പറഞ്ഞ് അഡ്മിഷൻ വീണ്ടും അവന് ക്ലാസ്സിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഫീസൊക്കെ അടച്ചിട്ട് ക്ലാസ്സിലോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എക്സാം വരാറായി. അപ്പോൾ എക്സാം സമയത്ത് ആദ്യം HOD അനുവാദം തന്നിട്ട് എക്സാം സമയത്ത് വീണ്ടും അനുവാദം തന്നില്ല, എക്സാം എഴുതിപ്പിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇവൻ എന്നെ വീണ്ടും വിളിച്ചറിയിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പേടിക്കാൻ ഉണ്ണിനെ കൊണ്ട് പേടിക്കേണ്ട, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞതാണല്ലോ, വീണ്ടും അതുകൊണ്ട് നീ ഒന്നിനും പേടിക്കേണ്ട, സാർ തീർച്ചയായിട്ടും അനുവാദം തരുമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് വീണ്ടും കേരളത്തിൽ നിന്ന് കൊല്ലത്ത് നിന്ന് ചെന്നൈയിലോട്ട് പോയി. അപ്പോഴത്തേക്ക് സാർമാരെ കണ്ടു. ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അപ്പം ഈ കാരണം അനുവാദം തരാത്ത കാരണം ഇവന് സെക്കൻഡ് ഇയർ പേപ്പറുണ്ട്, തേർഡ് ഇയർ പേപ്പറുണ്ട്, ഫോർത്ത് ഇയറിൻ്റെ പേപ്പറുണ്ട്. അപ്പം റെഗുലറായിട്ട് വന്ന പിള്ളേർക്ക് തന്നെ അവിടെ പരീക്ഷ പഠിച്ചെടുക്കാൻ പറ്റില്ല, ഇത്രയും ഇവൻ എങ്ങനെ പഠിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സാർമാർക്കും ഭയങ്കര സംശയം ചോദ്യങ്ങളായിരുന്നു. ഇപ്പം എൻ്റെ മുമ്പിൽ ഇവനെ നിർത്തിക്കൊണ്ട് ചോദിച്ചു, നീ എഴുതിയെടുക്കുമെന്ന് ചോദിച്ചു. അപ്പം ഇവൻ പറഞ്ഞു, ഒരു ഉറപ്പായിട്ട് ഞാൻ എഴുതിയെടുക്കും, സാർ ഒരു അനുവാദം തന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം അന്നാ ഒരു കാര്യം ചെയ്യും. അപ്പം അപ്പോഴൊക്കെ ഞാൻ ഉടമ്പടി കാശ് രൂപം വെച്ചുകൊണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം HOD പറഞ്ഞ ശേഷം അന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ സാർമാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചിട്ട് വേണം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാ ക്ലാസ്മാർക്കും ചെന്ന് ഓരോ സാറടുത്തും ചെന്ന് കയറി പെർമിഷൻ വാങ്ങിച്ചിട്ട് വന്ന ശേഷം പിന്നെ എക്സാം എഴുതാനായിട്ട് വിട്ടു. അപ്പം സാർ ഒന്നുപാടും പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും ഇത് ഫുള്ള് എല്ലാ വിഷയങ്ങളും എഴുതിയെടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ പോന്നു. അതിനുശേഷം ഇവൻ രാത്രിയും പോകുന്നു, ഡേ ആൻഡ് നൈറ്റായിട്ട് ഇവൻ ഉടമ്പടിയുടെ തൈലം ഉപയോഗിച്ചും മാതാവിൻ്റെ കാശ് രൂപം വെച്ചും ഓരോ പരീക്ഷയും എഴുതിയെടുത്തു. കാരണം ഇവൻ രാവിലത്തെ ഒരു പരീക്ഷയാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു പരീക്ഷ, പഠിക്കാൻ പോലും സമയമില്ലായിരുന്നു, ആഹാരം കഴിക്കാൻ പോലും സമയമില്ലായിരുന്നു. ഡേ ആൻഡ് നൈറ്റായിട്ട് ഇവൻ വിളിച്ച് പറയായിരുന്നു, മമ്മി ഭയങ്കര പ്രയാസം. ഞാൻ പറയുമായിരുന്നു, ഇവിടെ നിന്ന് വിളിച്ച് പറയാമെന്ന്, ഉടമ്പടി തൈലം ഉപയോഗിച്ച് കാശ് രൂപം വെച്ച് മോനെ പ്രാർത്ഥിച്ച് എഴുതിയാൽ മതി. അന്നേരം പറഞ്ഞ്, പഠിക്കാതെ എങ്ങനെ മമ്മി ഞാൻ വെറും പേപ്പറിൽ കൊണ്ട് എഴുതുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞ്, നീ പഠിച്ചില്ലെങ്കിൽ കൃപാസന മാതാവിൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് നീ ചെന്ന് എഴുതി, അമ്മ കൂടെ ഉണ്ടാവും പറഞ്ഞ് അങ്ങനെ എല്ലാ പേപ്പേഴ്സും എഴുതിയപ്പം ഇവന് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ എല്ലാം കൂടെ കിട്ടില്ല, ഫസ്റ്റ് ക്ലാസ്സിൽ വിജയിച്ചു, 1 വിജയം കിട്ടി. അപ്പോൾ ഇവൻ്റെ ക്ലാസ്സിലെ സാർമാരൊക്കെ ചോദിച്ചു, റെഗുലർ ക്ലാസ്സിൽ വന്നിട്ട് പോലും ഇത്രയും മാർക്ക് കിട്ടാത്ത നിനക്ക് എങ്ങനെടാ ഇത്രയും ഫസ്റ്റ് ക്ലാസ്സിൽ വിജയിച്ചെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടായിരുന്നു. എല്ലാവരും പിള്ളേർ തന്നെ ചോദിച്ചായിരുന്നു. അപ്പം അത് ഫസ്റ്റ് ക്ലാസ്സിലെ എഞ്ചിനീയറിംഗിൽ കിട്ടാൻ ഭയങ്കര പാടായ വിഷയങ്ങളൊക്കെ നല്ല മാർക്കോടുകൂടി പാസ്സായി, ഒന്നാമത്തെ കാര്യം. അതിനുശേഷം രണ്ടാമത്തെ ഉടമ്പടിയിൽ വെച്ച നിയോഗം, എൻ്റെ ഇളയ മോന് 9ാം ക്ലാസ്സിൽ CBSE പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ CBSE പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവന് അവസാന സമയത്ത് ടൈഫോയിഡായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയങ്ങളിൽ ഇവൻ ക്ലാസ്സിന് പോകാൻ പറ്റാത്തത് കൊണ്ട് എല്ലാ പാഠങ്ങളിലും വളരെ മാർക്ക് കുറവ്, തോറ്റുപോയാൽ വിജയിച്ചെങ്കിലും വളരെ കുറവായിരുന്നു. അപ്പോൾ അവൻ്റെ മാർക്ക് കണ്ടിട്ട് അവിടുത്തെ സ്കൂളിലെ സാറുമാർ പറഞ്ഞു, ഇനി ഇവിടെ തുടരാൻ പറ്റത്തില്ല, നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് പോക്കലാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ സ്റ്റേറ്റ് സിലബസ് വിടാനും പറ്റത്തില്ല, കാരണം 9-10 പോയി കഴിഞ്ഞാൽ CBSE നിന്ന് സ്റ്റേറ്റ് സിലബസിന് എങ്ങനെ ഇവൻ പഠിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അതിനാൽ ടീച്ചേഴ്സ്മാരും പറഞ്ഞു, ഇങ്ങനെ 10th വന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കര പാടായിരിക്കും, CBSE സ്റ്റേറ്റ് സിലബസ് രണ്ടും വേറെയാണല്ലോ. അങ്ങനെ എനിക്ക് വളരെ പ്രയാസം. അപ്പം വീണ്ടും ഞാൻ അച്ഛനടുത്ത് വന്ന് ഇവനെ വിളിച്ചുകൊണ്ട് വന്ന് ആ ഫ്രണ്ട് സ്റ്റേജിൽ
ബെഞ്ചിലിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ മെസ്സേജ് എടുത്തായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് ഞാൻ ആ സമയങ്ങൾക്ക് ജോമോളത്ത് ഞാൻ പറഞ്ഞു, ജോമോളെ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ജോമോളെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ജോമോൾ പറഞ്ഞ്, ചേച്ചി ഒരു കാര്യം ചെയ്യും, അച്ഛനടുത്ത് ചെന്ന് പ്രാർത്ഥിച്ച് മെസ്സേജ് ഇടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛനടുത്ത് ചെന്ന് പ്രാർത്ഥിച്ച് മെസ്സേജ്, അച്ഛൻ പറഞ്ഞു നീ സ്റ്റേറ്റ് സിലബസ് തന്നെ വിട്ടവരെ അവൻ പഠിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വീണ്ടും 10ൽ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഇവൻ എങ്ങനെ എഴുതിയെടുക്കും, കാരണം CBSE സ്റ്റേറ്റ് സിലബസ് ഇവനക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടി തൈലം കൊടുത്ത് കാസുരൂപം കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിച്ച് നാക്കിൽ കുരിശ് മറിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വിടുമായിരുന്നു. അപ്പം അതിന് 10th ഇവനക്ക് 75% കൂടെ വിജയം കിട്ടിയായിരുന്നു. വിജയം കിട്ടി. ഇവന് +1 സയൻസ് ഗ്രൂപ്പ് എടുക്കുകയും ചെയ്ത്. പിന്നെ മൂന്നാമത്തെ കാര്യമാണെങ്കിൽ ഇവൻ എൻ്റെ മോൻ UK ഞാൻ ഗ്ലോബൽ മീറ്ററിലേക്ക് പങ്കെടുക്കുമായിരുന്നു. അപ്പം അതിൽ പങ്കെടുത്ത് ഇവൻ UK പോകാനായിട്ട് സമർപ്പിച്ചായിരുന്നു. അപ്പോൾ UK പോകാണ്ട് ആദ്യം UK പോകാൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ ഗൂഗിൾ മീറ്റിൽ സമർപ്പിച്ച ശേഷം പിന്നെ പെട്ടെന്ന് അത് എങ്ങനെയാണ് നടന്നു അറിയാൻ ഇപ്പം ഇവന് അടുത്ത മാസം 24-ാം തീയതി UK പോവുക. അതിൻ്റെ അതിന് പോകാനായിട്ട് ഞങ്ങൾക്ക് ലോണിൻ്റെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലോണും 25 ലക്ഷം വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹൗസ് ലോൺ വെക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു. പിന്നെ അതും അമ്മ എനിക്ക് സാധിച്ചു തന്നു. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ വീട് പണി 15 വർഷം കൊണ്ട് വീട് പണി പൂർത്തീകരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ വീട് പണി ഉടമ്പടിയിൽ ഞാൻ വെച്ചായിരുന്നു, അത് പൂർത്തീകരിച്ച് തന്നു. പിന്നെ ആണെങ്കിൽ ഞങ്ങളുടെ കുടുംബ വസ്തു 15 വർഷം കൊണ്ട് വിൽക്കാൻ പറ്റത്തില്ല. ഹൈവേക്ക് പോകണതുകൊണ്ട് 4 ലൈൻ റോഡ് വരുന്നതുകൊണ്ട് ഹൈവേക്ക് പോകണതുകൊണ്ട് ആ വസ്തു ആരും വാങ്ങിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ആരും വാങ്ങിക്കാനേ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടിയിൽ ഒന്ന് വെച്ചായിരുന്നു. പിന്നെ ദുബായിൽ നിന്ന് ഒരാൾ വന്ന് ആ വസ്തു വാങ്ങിച്ച് ഞങ്ങൾക്ക് 35 ലക്ഷത്തിന് വിറ്റ് പൈസ കിട്ടി. അതുകൊണ്ട് പിന്നെയാണ് 4ാമത്തെ സാക്ഷ്യമാണെങ്കിൽ ഞങ്ങളുടെ പപ്പയ്ക്ക് കോവിഡ് വന്നപ്പം എൻ്റെ പപ്പയ്ക്കാണ് 80 വയസ്സുണ്ടായിരുന്നു. അപ്പം കോവിഡ് വന്നിട്ട് പെട്ടെന്ന് സ്ട്രോക്ക് വന്നപ്പോഴത്തേക്ക് ഒരു ഹോസ്പിറ്റലിലും എല്ലാ ഹോസ്പിറ്റലിലും ചെന്നപ്പോൾ കോവിഡ് പേഷ്യൻ്റ് ആയതുകൊണ്ട് എടുക്കത്തില്ലായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ അനിയത്തിമാർ ചേർത്തിമാർ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം. എല്ലാവരും കോൺഫറൻസിൽ ഇവിടെ കേരളത്തിൽ ഞാൻ ഇരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ കോൺഫറൻസിൽ ഇങ്ങനെ ഞങ്ങൾ ലൈനിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ആർക്കും പ്രാർത്ഥിക്കാം, കാരണം പപ്പയ്ക്ക് ബ്രെയിനിലെ ബ്ലഡ് കോട്ടായി എല്ലാം തളർന്നു പോയി, സംസാരിക്കാൻ വയ്യാതെ സംസാരം നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ളത് ഭയങ്കര ബ്രെയിനിലെ കോട്ടായ വിഷയം ഞങ്ങൾ സ്കാൻ എടുത്തപ്പോഴാണ് അറിഞ്ഞത്. ഞങ്ങളുടെ ചേട്ടൻ്റെ മോൻ ഒരു ഡോക്ടറായിരുന്നു. അവനെടുത്ത് റിപ്പോർട്ട് അയച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞ് ഇമീഡിയറ്റ്ലായിട്ട് അപ്പച്ചനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം, എല്ലാവരും അപ്പച്ചനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞ് എത്രയും പെട്ടെന്ന് പപ്പേനെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കണേന്ന് പറഞ്ഞ് പാതിരാത്രി 12 മണിയിൽ മുതൽ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലെ എല്ലാവരും ഓരോ ഹോസ്പിറ്റലായിട്ട് കയറി ഇറങ്ങുക. ആ സമയത്ത് ഒരു ഹോസ്പിറ്റലും അഡ്മിഷൻ കിട്ടുന്നില്ല, കാരണം കോവിഡ് പേഷ്യൻ്റ് ആയതുകൊണ്ട് കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഞങ്ങൾക്ക് ഇനി പ്രാർത്ഥിക്കാൻ വയ്യ, മെലിനി അങ്ങ് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അവിടെ കൃപാസൻ്റെ മാതാൻ്റെ ഫോട്ടോ എൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഹാളിൽ ഇരുന്നുകൊണ്ട് എല്ലാവരും കോൺഫറൻസിൽ ഇരിക്കുമായിരുന്നു ലൈനിൽ. അപ്പോൾ അമ്മയെടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ, അമ്മേ എൻ്റെ പപ്പയ്ക്ക് നല്ല സമാരിയാനെ വഴിയോരം കിടന്നപ്പോൾ അമ്മ ഈശോ തൊട്ട് സൗഖ്യം കൊടുത്തപ്പോൾ ആരോ വന്ന് വഴിയിലേക്ക് പോയവരെ എടുത്ത് സൗഖ്യം കിട്ടിയപ്പോൾ എൻ്റെ പപ്പയ്ക്ക് എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിട്ടണം. അപ്പോൾ ഞാൻ അമ്മയെടുത്ത്, അമ്മയെ ഞാൻ കൃപാസനത്തിൽ അമ്മയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന അമ്മയുടെ മോളാണെങ്കിൽ സത്യമാണെങ്കിൽ അമ്മ എനിക്കിപ്പോൾ തന്നെ ഇവരുടെ മുമ്പിൽ തന്നെ എനിക്ക് തെളിയിച്ച് തരണം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ അമ്മയ്ക്ക് സത്യമാണ് എന്നെ അമ്മ ഇപ്പം തന്നെ കാണിക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അവർ എല്ലാം ഫോണിൽ നിൽക്കുമ്പോൾ തന്നെ ഇനി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന് ഈ ബ്ലൂ കളറിൻ്റെ മാതാവിൻ്റെ പ്രകാശം അവിടെ വന്നു. അപ്പോൾ വന്നപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ അവൻ പറഞ്ഞ് 5 മിനിറ്റേ ഉള്ളൂ ഒരു ഡോക്ടറെ കിട്ടിയിട്ടുണ്ട്, ഈ 5 മിനിറ്റിനകം നമുക്ക് അഡ്മിഷൻ കിട്ടിയാലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും 5 മിനിറ്റ് പോലും ആയില്ല, ഞാൻ പ്രാർത്ഥിച്ച് ആ പ്രകാശം കിട്ടി. പെട്ടെന്ന് താത്തു വെച്ചപ്പോഴേ ഫോൺ കിട്ടി, മറുപടി വന്നു. അപ്പച്ചനക്ക് അഡ്മിഷൻ കിട്ടി, ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിട്ടിന്. അപ്പോൾ അഡ്മിഷൻ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അഡ്മിഷൻ കിട്ടാത്ത സമയങ്ങളിൽ എല്ലാവരും കോൺഫറൻസിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയുടെ ഞാൻ കൃപാസനയുടെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന മോളാണ്. അമ്മ എനിക്കിത് ഇവരുടെ മുമ്പിൽ വെച്ച് എനിക്ക് തെളിയിച്ച് തരണോ, കാരണം ഇവർ എല്ലാവരും എന്നെ ഏൽപ്പിച്ചിരിക്കുക പ്രാർത്ഥിക്കാനായിട്ട്. അമ്മ എനിക്ക് ഇവിടെ നിന്ന് തെളിയിച്ച് തരണം. ഞാൻ കാരണം 5 മിനിറ്റേ ഉള്ളായിരുന്നു ഈ അഡ്മിഷൻ കിട്ടണേ. ഡോക്ടർ സമ്മതം പറയണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. അതിന് മുമ്പ് അവർ നമ്മൾക്ക് സമ്മതിക്കുന്നുണ്ട്, അമ്മ പപ്പച്ചനെ തിരിച്ചെടുക്കാൻ പറഞ്ഞ് സമ്മതിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ അമ്മ വന്ന് പ്രാർത്ഥിച്ച് ഒരു മിനിറ്റ് പോലും ആയില്ല, അവിടെ മൊത്തം പ്രകാശം ഉണ്ടായിരുന്നു. അമ്മയുടെ ഈ ബ്ലൂ ലൈറ്റ് കളർ പ്രകാശം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സഡൻലി ആയിട്ട് പറഞ്ഞു, ഇതാണ്ട് അമ്മ നമുക്ക്
അടയാളം തന്നു. അതുകൊണ്ട് അപ്പച്ചൻ തീർച്ചയായിട്ടും നമുക്ക് അപ്പച്ചൻ അഡ്മിഷൻ കിട്ടും, ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിട്ടും പറഞ്ഞ് ഞങ്ങൾ ഫോൺ താത്തു വെച്ചപ്പോഴത്തേക്ക് അടുത്ത കാലം വന്ന് അപ്പച്ചൻ അഡ്മിഷൻ കിട്ടിയെന്ന്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ കണ്ട മാതാവ് ഇവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നിന്ന് അമ്മ എല്ലാം ശരിയാക്കി തന്നു എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അഡ്മിഷൻ കിട്ടിയ ശേഷം പിന്നെ അപ്പയ്ക്ക് ഫുള്ള് വൺ സൈഡ് മൊത്തം പപ്പയ്ക്ക് തളറുമായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവർ ഉടമ്പടി തൈലം കയ്യിലുണ്ടാകും. ഉടമ്പടി തൈലം പപ്പയുടെ കഴുത്തിൽ മാതാവിൻ്റെ ലോക്കറ്റ് ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ടിട്ട് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചാണ്. പപ്പയ്ക്ക് ഡോക്ടർ പറഞ്ഞ് 2-3 മാസം അല്ലെങ്കിൽ 6 മാസം എടുക്കും നടക്കാൻ പറഞ്ഞു. പക്ഷേ പപ്പയ്ക്ക് 1 മാസത്തോളം പെട്ടെന്ന് എണ്ണീച്ച് നടക്കുകയും ചെയ്ത് പപ്പ ഇപ്പം ഈ വളത്തേക്ക് കൊണ്ട് മാത്രം ചെറിയതുകൊണ്ട് ബാക്കിയെല്ലാം പപ്പയ്ക്ക് സൗഖ്യം കിട്ടി. ഇപ്പോൾ ആഹാരമൊക്കെ കഴിക്കും. ഷുഗർ പേഷ്യൻറ്റും കൂടെ ആയിരുന്നു, ഇപ്പോൾ പരിപൂർണ്ണ സൗഖ്യം കിട്ടിയായിരുന്നു. പിന്നെ ആണെങ്കിൽ എനിക്ക് ഒരു കാറ് വേണമെന്ന് പറഞ്ഞ് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വന്നിട്ട് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കൊരു കാറ് വേണമെന്ന് ആഗ്രഹമുണ്ട്, വലിയ ആഗ്രഹമുണ്ട് അമ്മ, എനിക്കൊരു കാറ് മേടിച്ചു തരണമെന്ന് പറഞ്ഞ് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അമ്മ ആ കാറും വാങ്ങിച്ചു കൊടുത്തു. ഇത്രയും പറഞ്ഞ അമ്മയ്ക്ക് ഇത്രയും എനിക്ക് ദൈവഗുരു കൊണ്ട് അമ്മ എന്നെ ഒരുപാട്, കൃപാസന മാതാവ് എന്നെ ഒരുപാട് സ്നേഹിച്ച് എന്നെ എൻ്റെ കുടുംബത്തിനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അമ്മയ്ക്ക് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കും. കരങ്ങളടിച്ച് നമുക്ക് വർത്താനം മഹത്വപ്പെടും. ബിടെക് എങ്ങനെയാണ് പാസ്സായി എടുത്തതെന്നൊന്ന് പറയാമോ? പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലാണ്. സാക്ഷ്യം അമ്മ പറഞ്ഞപ്പോൾ വ്യക്തമാണ് ഏതൊക്കെ രീതിയിലാണ് അമ്മ ഇടപെട്ടതെന്ന്. എന്നാലും മകൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ, ദൈവാനുഭവം? ഞാൻ ഫസ്റ്റ് ഇയറിൽ പോയായിരുന്നു. ഫസ്റ്റ് ഇയർ ഫുൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. സെക്കൻഡ് ഇയറിൽ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ഫീസ് അടയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കാരണം സെക്കൻഡ് ഇയർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സെക്കൻഡ് ഇയർ പോകാൻ പറ്റിയില്ല ക്ലാസ്സിൽ. അങ്ങനെ ഫുള്ള് സെക്കൻഡ് ഇയർ ഡ്രോപ്പ് ഔട്ട് ആവാനായിട്ട് പോയതാണ്. അങ്ങനെ ഇവിടെ മമ്മി വന്നു, ഉടമ്പടിയിൽ വെച്ച് അച്ഛനെ കണ്ട് മെസ്സേജൊക്കെ എടുത്ത് പിന്നെ യശോടിനെ കണ്ടു മമ്മി പറഞ്ഞ പോലെ. അങ്ങനെ എക്സാം എഴുതാൻ സമ്മതിച്ചു. അപ്പോൾ എക്സാം എഴുതുമ്പോൾ ഞാൻ ഉടമ്പടി തൈലവും നെറ്റിയിലും കഴുത്തിലും നമ്മൾ കുരിശ് വരച്ചിട്ട് കാശിരൂപം കൊണ്ടാണ് ഞാൻ എക്സാം ഹോളിൽ കയറുന്നത്. അങ്ങനെ എക്സാം എഴുതി 5 ദിവസം 10 എക്സാമായിരുന്നു എനിക്ക്. അങ്ങനെ പാസ്സാവാനൊന്നും അത്ര പെട്ടെന്ന് പറ്റത്തില്ല. അങ്ങനെ ഞാൻ മാതാവിൽ വിശ്വസിച്ചു. റെഗുലർ ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നില്ല എന്നല്ലേ പറഞ്ഞേ? റെഗുലർ ക്ലാസ്സിന് പോയി എന്ന് വെച്ചാൽ സെമസ്റ്റർ എക്സാമാണ്. ആ സെമസ്റ്റർ എക്സാമും ഉണ്ട്, സപ്ലി എക്സാമും ഉണ്ട്, രണ്ടും ഒരുമിച്ചാണ്. 5 ദിവസം 10 എക്സാം. അങ്ങനെ സെക്കൻഡ് ഇയർ ഞാൻ ക്ലാസ്സിൽ പോയിട്ടില്ല. അടുത്ത തേർഡ് ഇയറിൽ പോയപ്പോൾ അങ്ങനെ എക്സാം എഴുതത്തില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം റിസൾട്ട് വന്നു. ടോട്ടലി 33 സപ്ലി ഉണ്ടായിരുന്നു. 30 എക്സാമും എഴുതി ഒറ്റ ക്ലിയറിൽ കിട്ടി. എല്ലാ സബ്ജക്റ്റും കിട്ടി. അങ്ങനെ ഞാൻ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ വേണ്ടി കൺട്രോളറിന് പോയി. അപ്പോൾ അവർ പറഞ്ഞു സെർവറിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ കിട്ടത്തില്ല, ഇതുവരെ ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് പേടിച്ച് പിന്നെയും മാതാവിനെ പറഞ്ഞു, മാതാവ് എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞു. പിന്നെ അവർ കമ്പ്യൂട്ടറിൽ നോക്കി, അതിനുശേഷം അവർ തന്നെ അതിശയിട്ടു ഇത്രയും ക്ലിയറായി. അങ്ങനെ 4th ഇയർ ഫുൾ കംപ്ലീറ്റ് ആയി. പിന്നെ ഇപ്പോൾ ബിടെക്കിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. ബിടെക് ഫുൾ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. വലിയൊരു സാക്ഷ്യമാണ് അല്ലേ? അതെ. അത് കഴിഞ്ഞ് പിന്നെ UK അപ്ലൈ ചെയ്തുമായിരുന്നു. അപ്പോൾ ആദ്യം ഫുൾ മുടക്കമായിരുന്നു എല്ലാം. അങ്ങനെ പിന്നെയും മാതാവിനോട് പറഞ്ഞു, കാശിരൂപം കൊണ്ടുപോയി. ഞാൻ VFSന് പോയപ്പോഴെല്ലാം കാശിരൂപം കൊണ്ടുപോയി ഉടമ്പടി തൈലമൊക്കെ വെച്ചിട്ടാണ് എല്ലാം ചെയ്തത്. അതിനുശേഷം ഇപ്പം അടുത്ത മാസം 24-ാം തീയതി UK പോവുക. PGക്ക് പഠിക്കാൻ അഡ്വാൻസ്ഡ് മെക്കാനിക്കൽ പഠിക്കാനായിട്ട് പോവുക. ഇനി മകന് ഇളയ മകന് ടൈഫോയിഡൊക്കെ വന്നപ്പോൾ CBSEന്ന് സ്റ്റേറ്റിലോട്ട് മാറേണ്ട ഒരു അവസ്ഥ വന്നു അല്ലേ? സ്കൂളിൽ നിന്ന് റിജക്റ്റ് ചെയ്തൊരവസ്ഥ. പക്ഷേ പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ അനുഭവം എന്ന് പറയാമോ? ദൈവാനുഭവം. പഠിക്കാൻ ഭയങ്കര പാടായിരുന്നു. എക്സാമിനൊക്കെ പാടായിരുന്നു. അങ്ങനെ കാശിരൂപവും തൈലമൊക്കെ തേച്ചിട്ടാണ് പോയത്. അപ്പം 77% പാസ്സായി. മകൻ തന്നെയായിരുന്നോ പനിയൊക്കെ വന്ന് ICUയിൽ അഡ്മിറ്റ് ആയത്? ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ എന്ത് അനുഭവമാണ് കിട്ടിയത് അവിടെ വെച്ച്? ശരീരമാകെ വീർത്തു വന്നു എന്നും ക്രിയാറ്റിൻ കൂടി എന്നൊക്കെ അമ്മ പറഞ്ഞു. എണ്ണിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞ് പാടാന്നൊക്കെ പറഞ്ഞു. പിന്നെ മമ്മി വന്ന് തൈലം തേച്ച് അങ്ങനെ ശരിയായി, എല്ലാം സുഖമായി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി +1 ചേർന്ന് പഠിച്ചാൽ മതി അല്ലേ? 10ാം ക്ലാസ് വിജയം വന്നു, റിസൾട്ട് വന്നു. എങ്ങനെയുണ്ട് മാർക്കൊക്കെ? 77% മാർക്ക് 77% പാസ്സായി. ഓക്കെ. ഇപ്പോൾ +1 സയൻസ് എടുത്ത് ക്ലാസ്സൊക്കെ തുടങ്ങി.
വലിയൊരു സാക്ഷ്യമാണ് ഈ കുടുംബം നമ്മളുടെ മുമ്പിൽ പങ്കുവച്ചത്. കൃപാസനത്തിലൂടെ കടന്നു വരുമ്പോൾ വളരെ നൊമ്പരങ്ങളോട് കൂടിയിട്ടാണ്, കൃപാസന ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരി കൂടിയാണ് കൃപാസനത്തിലൂടെ കടന്നു വന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥയിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകും ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കണ്ട് അതിന് ദൈവികമായിട്ടുള്ള അതിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് അറിഞ്ഞാണ് മുമ്പോട്ട് പോയത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ കൂടെ നിന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ നമ്മുടേതായ മാനുഷികമായ തീരുമാനങ്ങൾ എടുക്കും. മാനുഷികമായ തീരുമാനങ്ങൾക്ക് അപ്പുറത്ത് അത് ദൈവികമായ തീരുമാനങ്ങളാകുമ്പോൾ ആ ദൈവത്തിൻ്റെ ദൈവിക സംരക്ഷണം എന്നും കൂടെ ഉണ്ടാകും. അതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. കാരണം ആ മകൻ്റെ സംബന്ധിച്ചിടത്തോളം ആ കോഴ്സ്, ഇനി അത് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട്, ആ ഒരു പ്രശ്നം, അല്ലാതെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമാണ്. അപ്പോൾ ഇവർ തീരുമാനിച്ചത് ഇപ്രകാരമായിരുന്നു. ആ കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഈ മകനെ വിദേശത്തോട്ട് പഠനത്തിനായിട്ട് ഡിഗ്രി പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിടാമെന്നുള്ള രീതിയിലാണ് ഒരു മൂവ്മെൻറ്റ് മനസ്സിൽ വന്നത്. അപ്പോൾ അത് ദൈവഹിതമാണോ എന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെയല്ല, ഇപ്പോൾ ആ മകനെ പറഞ്ഞു വിടണ്ട, അവൻ BTech പൂർത്തിയാകട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ആ സാക്ഷ്യം കേട്ടതാണ്. 33 പേപ്പർ അല്ലേ, 33 പേപ്പർ അറ്റ് എ ടൈം ആ മകൻ എഴുതിയെടുത്തു. അപ്പോൾ ഒന്നിച്ച് ജയിച്ചപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ ആകെ ഡൗട്ടായി പോയി. ഇതിങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, അപ്പോൾ സെർവറിന് കംപ്ലൈൻറ്റ് പറ്റിയതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അല്ല, പരിശുദ്ധ അമ്മ തന്നെയാണ് പുറപ്പാട് 33:14 അനുസരിച്ചുകൊണ്ട് ഉടമ്പടി എടുക്കുന്ന മക്കളുടെ കൂടെയാണ് സഞ്ചരിക്കുന്നത്. കാരണം കുറേ നാളുകൾക്ക് മുമ്പ് ഇവിടെ ഒരു ഫാർമക്കോളജി ഡിഗ്രി സ്റ്റുഡൻറ്റ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത് ഇപ്രകാരമാണ്. ആ മകൾക്ക് 2 സബ്ജക്റ്റ്, ഒന്നോ രണ്ടോ സബ്ജക്റ്റ് ഈ മകൾക്ക് എന്ത് പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകൾ ഉടമ്പടി എടുത്തപ്പോൾ പരിശുദ്ധമ്മ ചെയ്ത് വലിയൊരു അത്ഭുതമാണ്. എക്സാം ഹാളിൽ ചെന്ന് ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ ആ ക്വസ്റ്റിൻ്റെ ആൻസർ ഈ മകളുടെ ചെവിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ആ മകൾ പാസ്സായിട്ട് കൃപാസന അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങളാണ് എക്സാമുമായി ബന്ധപ്പെട്ട് ഈ അൾത്താരയിൽ പങ്കുവെക്കപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള വേറൊരു രീതിയിലുള്ള വലിയൊരു സാക്ഷ്യമാണ് ഈ മകനും പങ്കുവച്ചത്. അത്രയും പേപ്പേഴ്സ് ഒന്നിച്ച് പാസ്സായപ്പോൾ അവർക്ക് തന്നെ ഡൗട്ടായി. പക്ഷേ അവർ വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ അമ്മയുടെ അത്ഭുതത്തെ അവർക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റിയില്ല. അവർ പറഞ്ഞു, അല്ല, ഈ മകൻ പാസ്സായേക്കണത് തന്നെയാണെന്ന് പറഞ്ഞു. അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള കൊറോണയുടെ ആ സമയത്ത് പറഞ്ഞു, അപ്പന് അഡ്മിഷൻ കിട്ടാണ്ട് വന്നു. കൊറോണ പോസിറ്റീവായിട്ടുള്ള മക്കളെ ഓരോ ഹോസ്പിറ്റലിലും അഡ്മിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പരിശുദ്ധ അമ്മയോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ, കൃപാസനത്തിലെ അമ്മ ആ പ്രകാശം കൊടുക്കുകയും 5 മിനിറ്റിനുള്ളിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ കിട്ടുമെന്ന് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ അപ്പൻ ഇപ്പോൾ ആരോഗ്യവാനായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ വീടിൻ്റെ പണി പൂർത്തിയായ വിഷയം പറഞ്ഞു. ഒരു കാർ വാങ്ങിക്കണമെന്ന് അമ്മയോട് പറഞ്ഞു. അതുപോലെ തന്നെ ഹൈവേയിലുള്ള സ്ഥലം വിറ്റുമാറി, അത് 15 കൊല്ലമായിട്ട് നടക്കാതിരുന്ന വിഷയങ്ങളാണ്. അപ്പോൾ സമയ സന്ദർഭങ്ങളുടെ മേൽ മധ്യസ്ഥ സ്വാധീനമുള്ള പരിശുദ്ധ അമ്മയുടെ വലിയ അത്ഭുതങ്ങളാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ, അല്ലേ, 18-ലല്ലേ കൃപാസനത്തിൽ കടന്നു വന്നത്. ഇപ്പോൾ 18-ലോട്ട് കടന്നു വന്ന് 18-ൽ കൃപാസനത്തിൽ കുടുംബജീവിതം അടക്കമുള്ള വിഷയങ്ങൾ പരിശുദ്ധ അമ്മ ഇടപെട്ട വലിയ സാക്ഷ്യങ്ങളാണ് ഈ കുടുംബം പങ്കുവച്ചത്. കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.